ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മള് കൊല്ലം തെക്കുംഭാഗത്ത് പോയി കുറച്ച് ഞണ്ട് വാങ്ങി. ജീവനുള്ള ഞണ്ട്, വെറും ഞണ്ടല്ല, ജീവനുള്ള. കണ്ടില്ലേ, ഇതിന്റെ കാലുകൾ തമ്മിൽ കെട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഞറക്കും. അപ്പൊ ഇതെങ്ങനെ വൃത്തിയാക്കുന്നതെന്നും ഇതിന്റെ കലാപരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്, മാങ്ങയിട്ട ഞണ്ട് കറിയാണ് കേട്ടോ. ഞണ്ട് വൃത്തിയാക്കി എടുക്കുന്നത് ഇച്ചിരി അറിയാവുന്ന ആളുകൾക്കൊക്കെ പറ്റത്തുള്ളൂ. ജീവനുള്ള ഞണ്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാലൊക്കെ പ്രത്യേകം ഞറുക്കിയൊക്കെ എടുക്കണം. അങ്ങനെ നമ്മുടെ ഞണ്ട് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ കാലുകളെല്ലാം നമുക്ക് കറക്കിയെടുക്കാവുന്നതാണ്. ഇതിന്റെ പുറന്തോടും പിന്നെ ആ ഉൾഭാഗത്ത് കുറച്ച് അഴുക്കുകളും നമുക്ക് കളയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ തിരിങ്ങിയ തേങ്ങ, അതിലേക്ക് കൊച്ചുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശ ഉലുവ, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അത് നമ്മുടെ അരപ്പൊക്കെ അരച്ചു കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മാങ്ങയും കൂടി അരിഞ്ഞ് റെഡിയാക്കാം. ഇനി പാകം ചെയ്യാനായിട്ടുള്ള ചട്ടിയിലേക്ക് ഞണ്ടുകളെല്ലാം പറക്കിയിടുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പൂടി ഇതിലേക്ക് ചേർക്കുക. പാകത്തിനുള്ള വെള്ളത്തോടെ ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കുക. ഞണ്ടും മാങ്ങയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത്
2-3 പച്ചമുളകും കാന്താരി മുളകും കൂടി ഇട്ട് ഇത് നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം. നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മാങ്ങയിട്ട ഞണ്ട് കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ, മറക്കല്ലേ. അതുപോലെ എല്ലാവരും മാങ്ങയിട്ട ഞണ്ട് കറി വീട്ടിലുണ്ടാക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.